2020 കൊറോണ എല്ലാ സ്ഥലത്തും വന്നപ്പോൾ രാജ്യം മുഴുവൻ അടച്ചിട്ടപ്പോൾ വീട്ടിൽ തന്നെ ഇരുന്നപ്പോഴുള്ള അവസ്ഥയാണിത്. മറ്റൊന്നും ചെയ്യാനില്ലാതിരുന്ന സമയത്താണ് കൊറോണ രണ്ടാമത്തെ വേവ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് എല്ലാ സ്ഥലവും ഓപ്പൺ ചെയ്ത്. അപ്പോൾ ഞങ്ങളൊരു ഓൾ ഇന്ത്യ ട്രിപ്പ് പ്ലാൻ ചെയ്തു. ആ ട്രിപ്പിൽ എപ്പോഴെങ്കിലും ഇനി സെക്കൻഡ് വേവ് ഹൈ ആയിട്ട് വരികയാണെങ്കിൽ എവിടെയെങ്കിലും സ്റ്റേ ചെയ്യാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ട്രിപ്പ് തുടങ്ങിയത്. പക്ഷേ രണ്ടാമത്തെ വേവ് അധികമായി കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഞങ്ങളുടെ യാത്ര പലപ്പോഴും സംസ്ഥാനങ്ങൾ അടച്ചിടുമ്പോൾ ആ സംസ്ഥാനങ്ങളിൽ താമസിച്ച് പിന്നെ അടുത്ത സംസ്ഥാനം തുടങ്ങുമ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ അടുത്ത സംസ്ഥാനത്തേക്ക് പോയി അങ്ങനെ തുടർച്ചയായിട്ട് പോകേണ്ട വന്ന ഒരു യാത്രയാണ്. ഈ യാത്ര തീരാൻ വേണ്ടി ഏകദേശം 5.5 മാസം എടുത്തു. ഇന്ത്യയിലുടനീളം 5.5 മാസം ഫാമിലിയായിട്ട് ഒരു കാർ ലൈഫാണ് ഞങ്ങൾ ഫോളോ ചെയ്തത്. കൃത്യമായിട്ട് പറഞ്ഞാൽ കാറിനകത്ത് ബെഡും കുക്ക് ചെയ്യാനുള്ള ഒരു ഗ്യാസും ചെറിയൊരു അടുപ്പും ഒക്കെ ആയിട്ടാണ് യാത്ര തുടങ്ങിയത്. ഏതെങ്കിലും കാരണവശാൽ ഭക്ഷണം കിട്ടാതെ വരികയോ താമസിക്കാൻ ഹോട്ടലുകൾ കിട്ടാതെ വരികയോ ചെയ്താൽ കൊണ്ടുപോകുന്ന സാധനങ്ങൾ വെച്ച് പ്രിപ്പയർ ചെയ്തിട്ട് ആ യാത്ര മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് തന്നെ കരുതിയിട്ടാണ് പോയത്. കുട്ടികൾക്കെല്ലാം സ്കൂളുകളെല്ലാം ഓൺലൈനിലാക്കുകയും ജോലിയും അതുപോലെ തന്നെ ഓൺലൈനിലാക്കുകയും ചെയ്ത ഒരു സമയത്ത് വളരെ കൃത്യമായിട്ട് ഒരു പ്ലാനോടുകൂടി ഇൻ്റർനെറ്റ് കണക്ഷനും എല്ലാം എടുത്തിട്ടായിരുന്നു ഞങ്ങൾ യാത്ര ചെയ്തത്. യാത്രയിൽ ഉടനീളം കയ്യിലുണ്ടായിരുന്ന ടെൻറ്റ് ഉപയോഗിച്ച് കിടക്കുകയോ വഴിയിലരികിൽ ഭക്ഷണം പാകം ചെയ്തു അങ്ങനെ മുന്നോട്ട് പോയി. കർണാടകയിലെ ബാംഗ്ലൂരിൽ നിന്ന് തുടങ്ങിയ യാത്ര കർണാടക കടന്ന് പിന്നീട് അടുത്ത സ്ഥലത്തെത്തിയത് മഹാരാഷ്ട്രയിലാണ്. മഹാരാഷ്ട്രയിലെ അജന്ത എല്ലോറ കേവ്സ് കണ്ടുകൊണ്ടുള്ള യാത്രയാണ് പിന്നെ മുന്നോട്ട് പോയത്. അപ്പോഴത്തേക്കും യാത്രയിൽ ഏകദേശം എല്ലാവരും എങ്ങനെ മുന്നോട്ട് പോകാം എന്നുള്ളതിനെക്കുറിച്ചൊരു ഏകദേശ രൂപം കിട്ടിയിരുന്നു. അതുകൊണ്ട് തന്നെ മഹാരാഷ്ട്ര കടക്കുമ്പോഴത്തേക്ക് ഏതാണ്ട് 3 ദിവസമായപ്പോൾ തന്നെ യാത്രയെക്കുറിച്ചൊരു ഏകദേശ രൂപം ഉണ്ടായി. യാത്രയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ തിരിച്ചു വരാം എന്ന് കരുതിയിട്ട് തന്നെയാണ് ഞങ്ങൾ യാത്ര മുന്നോട്ട് പോയത്. എന്തെങ്കിലും ശാരീരിക അസ്വസ്ഥ്യം വരികയോ തുടർച്ചയായി ഇന്ത്യയിലുടനീളം യാത്ര ചെയ്യുമ്പോൾ വരാവുന്ന ആരോഗ്യപരമായ എന്തെങ്കിലും പ്രശ്നങ്ങൾ കുട്ടികൾക്കോ ആർക്കെങ്കിലും വരികയോ ചെയ്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ തിരിച്ച് വരാം എന്നാണ് കരുതിയത്. പക്ഷേ യാത്ര തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് വളരെ മനോഹരമായിട്ട് സാധാരണ വീട്ടിൽ താമസിക്കുന്നതിനേക്കാളും വളരെ എൻജോയ് ചെയ്തുകൊണ്ട് ആ യാത്ര മുന്നോട്ട് പോകാമെന്ന്. ഞങ്ങൾ ഗുജറാത്തിൽ എത്തിയിട്ടുള്ള ഒരു ദിവസത്തെ രാത്രിയാണ്. പട്ടേൽ പ്രതിമ കണ്ട് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഗുജറാത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാണാനുണ്ടായിരുന്നത് ലോത്തലായിരുന്നു. ഹാരപ്പൻ സിവിലൈസേഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ഒന്നായ ലോത്തലിലെ ഫാക്ടറികളൊക്കെ കണ്ട് അവിടെ നിന്ന് ഞങ്ങൾ പിന്നെ പോയത് ധോളവീര കാണാനാണ്. ഇത് ഗുജറാത്തിലെ ധോളവീരയാണ്. ഈ കാണുന്നതാണ് ഹാരപ്പൻ സിവിലൈസേഷൻ്റെ ഭാഗമായിട്ടുള്ള ഏറ്റവും വലിയ സൈറ്റുകളിലൊന്ന്. നമ്മൾ സാമൂഹ്യ പാഠപുസ്തകങ്ങളിൽ പഠിച്ചതുപോലെയല്ല, വളരെ വലിയൊരു സ്ഥലമാണ്. അവിടുന്ന് ഞങ്ങൾ റാൻ ഓഫ് കച്ച് കണ്ട്, ഉപ്പ് മരുഭൂമി. ഞങ്ങൾ കണ്ടതിലെ ഏറ്റവും വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ ഒന്ന് എന്ന് പറയാവുന്നത് ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് തന്നെയാണ്. വളരെ വിസ്തൃതിയിൽ കിടക്കുന്ന ഉപ്പിൻ്റെ മാർഷാണ് ഈ കാണുന്നത്. അപ്പുറത്ത് കാണുന്നത് മുഴുവനും ഉപ്പ് തന്നെയാണ്. ഉപ്പ് മരുഭൂമി കാണുന്നതൊക്കെ ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു കാഴ്ചയായിട്ടാണ് തോന്നിയിട്ടുള്ളത്. അത് കഴിഞ്ഞ് ഞങ്ങൾ രാജസ്ഥാനിലേക്ക് കയറി. രാജസ്ഥാനിലെ ഉദയ്പൂർ ആയിരുന്നു അടുത്ത സ്ഥലം. ഉദയ്പൂരിലെ കോട്ട കണ്ടു കഴിഞ്ഞ് ഉദയ്പൂർ ഒന്ന് കഴിഞ്ഞതിന് ശേഷം പിന്നീട് അവിടെ നിന്ന് ഞങ്ങൾ ജയ്പൂരിലേക്കാണ് പോയത്. ഉദയ്പൂരിലെ മറ്റു പല സ്ഥലങ്ങളും കണ്ട് വളരെ സാവധാനത്തിലായിരുന്നു യാത്ര ചെയ്തത്. അതൊന്നും എല്ലാം ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ല. എല്ലാ സ്ഥലങ്ങളും വളരെ ഇമ്പോർട്ടൻ്റായ കുറച്ച് സ്ഥലങ്ങൾ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റായ സ്ഥലങ്ങൾ കണ്ടത്. പലപ്പോഴും പല സ്ഥലങ്ങളിലും ഞങ്ങൾ താമസിച്ചിരുന്നത് ചെറിയ ഇടത്തരം ഹോട്ടലുകളിലായിരുന്നു. ചിലതൊക്കെ ഹോട്ടലുകളാണ്, ചിലതൊക്കെ കല്യാണ മണ്ഡപങ്ങളാണ്. ഒരിടയ്ക്ക് ഒരു അമ്പലത്തിൽ താമസിച്ചിട്ടുണ്ട്, ചിലപ്പോൾ ടെൻറ്റിൽ താമസിച്ചിട്ടുണ്ട്. അങ്ങനെ താമസത്തിൻ്റെ ക്രൈറ്റീരിയ ഇന്നതാണെന്ന് സെറ്റ് ചെയ്യാതെ ഞങ്ങൾ യാത്ര മുന്നോട്ട് പോയി. അടുത്തത് രാജസ്ഥാനിലെ പുഷ്കറാണ്. പുഷ്കറിൽ നിന്ന് രാജസ്ഥാനിലെത്തുമ്പോഴത്തേക്ക്
കടുത്ത ചൂടായിരുന്നു. ഒരു രക്ഷയില്ലാത്ത ചൂടാണ്. അതുകൊണ്ട് തന്നെ കാഴ്ചകളൊക്കെ രാവിലെ 6 മണിക്കോ കുറച്ച് മുൻപോ തുടങ്ങിയിട്ട് ഒരു 10 മണിയാകുമ്പോഴത്തേക്ക് തീർക്കുന്ന രീതിയിലായിരുന്നു പോയിരുന്നത്. ജയ്പൂരിൽ നിന്ന് ഞങ്ങൾ ആഗ്രയിലേക്ക് വന്നു. താജ്മഹൽ കാണാൻ വേണ്ടിയാണ് വന്നത്. ആഗ്രയും ഫത്തേപൂർ സിക്രിയും അതിനടുത്തുള്ള സ്ഥലങ്ങളൊക്കെ വിശദമായിട്ട് കുറേ ദിവസങ്ങൾ നിന്ന് ആണ് കണ്ടത്. താജ്മഹലിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ഹോട്ടൽ, ഒരു ചെറിയ ഹോട്ടൽ, ഒരു ബഡ്ജറ്റ് ഹോട്ടൽ, ഒരു ദിവസം 1000 രൂപയ്ക്ക് ഭക്ഷണമൊക്കെ പാകം ചെയ്ത് ഞങ്ങൾക്ക് തന്നെ കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കിച്ചണൊക്കെ കിട്ടുന്ന ഞങ്ങളുടെ കയ്യിലുള്ള ഗ്യാസൊക്കെ വെച്ച് ഞങ്ങൾക്ക് കുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമൊക്കെ ഒരു സൈഡിലൊരു റൂമൊക്കെ അവർ തന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ കുക്ക് ചെയ്തതിന് ശേഷം പിന്നീട് ഡൽഹിയിലേക്ക് യാത്രയായി. ഡൽഹിയിൽ അന്ന് കൊറോണ സെക്കൻഡ് വേവ് പടർന്ന് പിടിച്ചിരിക്കുന്ന കാരണം ഞങ്ങൾ വളരെ പ്രധാനപ്പെട്ട കുറച്ച് സ്ഥലങ്ങൾ മാത്രം കണ്ടിട്ട് അവിടെ നിന്ന് നേരെ പോയത് ഹരിയാനയിലോട്ടാണ്. ലക്ഷ്യം ഹരിയാനയിലെ ഈ സ്ഥലം കാണുക എന്നായിരുന്നു. നമ്മുടെ മഹാഭാരത യുദ്ധം നടന്ന സ്ഥലം കണ്ടു. അതിനുശേഷം ശംഭു സെറായി എന്ന് പറഞ്ഞ ശംഭുവിലേക്ക് പോയി. മഹാഭാരത യുദ്ധത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളും, കുരുക്ഷേത്ര ഭൂമി മുഴുവനും കണ്ടു. അവിടെ ഞങ്ങൾ താമസിച്ചത് ഒരു ചെറിയൊരു കല്യാണ മണ്ഡപത്തിലായിരുന്നു. അവിടെ കല്യാണമൊന്നും നടക്കാത്ത കാരണം അവർ വെറും 600 രൂപയ്ക്കാണ് ഞങ്ങൾക്ക് റൂം തന്നത്. അവിടെയും ഞങ്ങൾക്ക് ഭക്ഷണം പാചകം ചെയ്ത് കഴിക്കാനുള്ള എല്ലാ സൗകര്യം ഉണ്ടായിരുന്നു. അവിടെ നിന്ന് കാറൊക്കെ കഴുകി, അതേപോലെ അലക്കാനുള്ള ഡ്രസ്സുകളൊക്കെ അലക്കിയിട്ട് അവിടെ വിശാലമായിട്ട് കുറേ ദിവസങ്ങൾ തന്നെ താമസിച്ചു ഈ സ്ഥലത്ത്. അപ്പോൾ അവിടെ പശുവിനെ പരിപാലിക്കുന്ന സ്ഥലങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അവിടെ എല്ലാ സ്ഥലങ്ങളും കണ്ടതിന് ശേഷം പിന്നീട് പഞ്ചാബിലേക്ക് പോയി. പഞ്ചാബിൽ പല പല സ്ഥലങ്ങളിൽ താമസിച്ച അവസാനം ഞങ്ങൾ ഇപ്പോൾ ഈ കാണുന്ന അമൃത്സറിലെത്തി. അപ്പോൾ അമൃത്സറിലെ ഈ ക്ഷേത്രം, അമൃത്സറിലെ സൂര്യക്ഷേത്രം കണ്ടു കഴിഞ്ഞതിന് ശേഷം പിന്നീട് ജമ്മുവിലേക്കാണ് ഈ യാത്ര. ജമ്മുവിൽ ഞങ്ങൾ 2-3 ദിവസം തങ്ങിയതിന് ശേഷം അവിടെ ഉണ്ടായിരുന്ന പല കാഴ്ചകൾ, പല പഴയ ക്ഷേത്രങ്ങൾ കണ്ടു. അവിടുത്തെ ജീവിതങ്ങളുടെ രീതി കണ്ടു. ഇപ്പോൾ ജമ്മു സിറ്റി മുഴുവനായിട്ട് എക്സ്പ്ലോർ ചെയ്ത് അതിനോടനുബന്ധിച്ചുള്ള സ്ഥലങ്ങൾ, അതിൻ്റെ അടുത്തുള്ള ചെറിയ ചെറിയ സ്ഥലങ്ങൾ, വൈഷ്ണോദേവി ക്ഷേത്രത്തിലേക്ക് മാത്രം ഞങ്ങൾക്ക് പോകാൻ കഴിഞ്ഞില്ല. ബാക്കി എല്ലാ സ്ഥലങ്ങളും പരമാവധി ഞങ്ങൾ കണ്ടു. ഈ യാത്രയിൽ ഒരുപാട് ദിവസം തങ്ങിയിട്ടുള്ളൊരു സ്ഥലം എന്ന് പറയുന്നത് കാശ്മീർ തന്നെയാണ്. കാശ്മീരിൽ ഏതാണ്ടൊരു 20 ദിവസത്തോളം ഞങ്ങൾ താമസിച്ചാണ് യാത്ര ചെയ്തത്. അതിലേറ്റവും കൂടുതൽ താമസിച്ചത് ശ്രീനഗറിലാണ്. ശ്രീനഗറിലെ ദാൽ ലേക്കിൽ ഏതാണ്ട് 4 ദിവസം താമസിച്ചു. ദാൽ ലേക്കിൽ തന്നെ താമസിച്ചു, ഈ ഷിക്കാരയിൽ. അവിടെ ദാൽ ലേക്കിൻ്റെ ഉള്ളിൽ ഒരു ഗ്രാമം പോലെയാണ്. ലേക്കിൻ്റെ അകത്ത് തന്നെ ഈ കാണുന്ന പോലെ ഗ്രാമം പോലെ ആളുകളൊക്കെ ജീവിക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ അവിടെ കുട്ടികളൊക്കെ വളരെ ഹാപ്പി ആയിട്ട് അവിടെ കളിക്കുന്നുണ്ടായിരുന്നു കുട്ടികളുടെ കൂടെയൊക്കെ. പക്ഷേ ഞങ്ങൾക്കൊരു പേടിയുണ്ടായിരുന്നു. കാരണം ഈ വെള്ളത്തിന് മുകളിൽ അവർക്ക് കളിച്ച് പരിചയമുണ്ട്. പക്ഷേ കുട്ടികൾക്ക് ഇങ്ങനെ പരിചയമുണ്ടോ എന്നുള്ളതൊക്കെ ഒരു പേടിയായിരുന്നു. പക്ഷേ വലിയ സൗകര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടും പ്രത്യേകിച്ച് കുറഞ്ഞൊരു എമൗണ്ടിന് ഈ ഷിക്കാരയിൽ താമസിക്കാൻ, ഷിക്കാരയുടെ അടുത്തുള്ള വീടുകളാണ്, വെള്ളത്തിൽ തന്നെയാണ് ഈ വീടുകൾ നിൽക്കുന്നത്. വെള്ളത്തിൻ്റെ നടുക്ക് ചെറിയ ചെറിയ തുരുത്തുണ്ടാവും. അവിടെയാണ് വീടുകൾ ചുറ്റും ആളുകൾ താമസിക്കുന്നത്. അപ്പോൾ അവിടെ തന്നെ ഞങ്ങളും ചെറിയൊരു എമൗണ്ടിന് താമസിച്ചു. ഇതേപോലെ തന്നെയാണ് ഒരു സ്ഥലത്ത് പോകുകയാണെങ്കിൽ ഏതാണ്ട് 10-20 ദിവസമൊക്കെ അവിടെ താമസിക്കും. എന്നിട്ട് അവിടെ ഭക്ഷണമൊക്കെ പാചകം ചെയ്ത് അങ്ങനെ കഴിക്കും. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ലഡാക്ക് ലക്ഷ്യമാക്കിയിട്ട് ട്രാവൽ ചെയ്തു. ലഡാക്കിലേക്ക് 3 ദിവസം നീണ്ട ഒരു യാത്ര. അതിനിടയ്ക്ക് ലാമയൂരിൽ ഒരു താമസം. അങ്ങനെ പോയി. പിന്നെ കർദൂങ്ല കയറി. കർദൂങ്ല പോയ ദിവസം തന്നെ ചെന്ന് കയറി. ഞങ്ങൾക്ക് മൗണ്ടൈൻ സിക്നെസ് പോലത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ചെറിയ മോന് ചെറുതായിട്ട് കർദൂങ്ലയിൽ എത്തിയപ്പോൾ ചെറിയൊരു പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും വലിയ പ്രശ്നമൊന്നുമില്ല. ഞങ്ങൾ കുറച്ച് ദിവസം ലഡാക്കിൽ താമസിച്ചു. ലഡാക്കിൽ കാണാൻ കഴിയുന്ന എന്തെല്ലാം ഉണ്ടോ ആ കാഴ്ചകൾ മുഴുവനും പോയിട്ട് അതിനോട് ചുറ്റുള്ള എല്ലാ സ്ഥലങ്ങളും കണ്ടു കഴിഞ്ഞ് തൃപ്തിയായതിനു ശേഷമാണ് ഞങ്ങൾ പിന്നീട് മണാലി ലക്ഷ്യമാക്കിയിട്ട് പോയത്. മണാലിയിലേക്കുള്ള ഒരു യാത്രയാണ് ഈ കാണുന്നത്. അതിമനോഹരമായ ഒരു യാത്രയാണ്. വളരെ സാവധാനം പാങ്ങിലൊക്കെ താമസിച്ച് സമയമെടുത്ത് ആണ് ഈ യാത്രയിൽ ഞങ്ങൾ പോയത്. സർച്ചൂല് ഞങ്ങൾ താമസിച്ചു, പാങ്ങിൽ ഞങ്ങൾ താമസിച്ചു.
അങ്ങനെ ഓരോ സ്ഥലങ്ങളും താമസിച്ച് കണ്ട് വളരെ പതുക്കെയാണ് പോയത്. ഇത് ഗാട്ടാ ലൂപ്സിലാണ്. ഗാട്ടാ ലൂപ്സിലെത്തിയപ്പോൾ അവിടെ ഒരു തരം ചെറിയൊരു കോഴിക്കുഞ്ഞുങ്ങൾ ഇങ്ങനെ നടന്നു പോകുന്നത് കണ്ടു. അപ്പോൾ മോൻ പറഞ്ഞു ഒന്ന് പോയി നോക്കിയാലോ എന്ന്. അങ്ങനെ ഞങ്ങൾ വണ്ടി പതുക്കെ നിർത്തിയിട്ട് അതിൻ്റെ പുറകെ ഇങ്ങനെ നടന്ന് പോയി നോക്കി. ഞങ്ങളെ കണ്ടപ്പോൾ അതെല്ലാം ഓടിപ്പോയി. ഈ ഗാട്ടാ ലൂപ്സ്, മൂറി പ്ലെയിൻസ്, ഇതേപോലത്തെ സൂര്യത്താല് തുടങ്ങിയിട്ടുള്ള കാഴ്ചകളൊക്കെ ഞങ്ങൾ വളരെ സ്ലോലിയാണ്. ഒരു സാധാരണ യാത്രക്കാർ ഈ യാത്രയിലൊക്കെ ചെയ്യുന്നത് ഒരുപാട് മെഷേഴ്സൊക്കെ എടുത്തിട്ടാണ്. മൗണ്ടൻ സിക്നസ് വരാതിരിക്കാനും മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കാനും ഒക്കെ ശ്രദ്ധിച്ചാണ് യാത്ര ചെയ്യുന്നത്. ഞങ്ങൾ ഈ ദീർഘദൂരം ഇങ്ങനെ വളരെ സ്ലോലി യാത്ര ചെയ്തുകൊണ്ട് ഞങ്ങൾക്കിതൊന്നും പ്രശ്നം ഉണ്ടായില്ല. ഞങ്ങൾ നേരെ മണാലി എത്തുന്നതിന് തൊട്ട് മുമ്പ് അടൽ ടണലിൽ നിന്നും തിരിഞ്ഞ് പിന്നീട് സ്പിറ്റി വാലിയിലോട്ടാണ് പോയത്. ഇത് സ്പിറ്റി വാലിയാണ്. സ്പിറ്റി വാലിയിലെ ലാങ്സ എന്ന് പറയുന്ന ഗ്രാമത്തിൽ ഞങ്ങൾ പോയി. കാസയിൽ ഞങ്ങൾ ഒരു ഹോം സ്റ്റേയിൽ താമസിച്ചതിന് ശേഷം എല്ലാവരും യാത്ര ചെയ്യുന്ന പോലെ തന്നെ കാസയിൽ നിന്ന് ലാങ്സയും മറ്റു പല സ്ഥലങ്ങളുണ്ട്. ഇത് കാസയാണിത്. ഈ കാസയിൽ താമസിച്ചിട്ട് അവിടെയുള്ള സ്ഥലങ്ങളെല്ലാം കണ്ടു. കേരളത്തിൽ നിന്നൊക്കെയുള്ള പഴയ പല ട്രാവലേഴ്സിനെയും ഞങ്ങൾ അപ്പോൾ അവിടെ വെച്ച് കണ്ടിരുന്നു. കാസയിൽ വെച്ച് കുറേ ആളുകളെ കണ്ടു പരിചയപ്പെട്ടു. അതിനുശേഷം കാസയിൽ നിന്ന് ഞങ്ങൾ റോഡ് മാർഗം, ബാക്കി ആരും പോകാത്തൊരു റോഡ് മാർഗം, വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ആ വഴി പോകാറുള്ളൂ. ഏതാണ്ട് 12 മണിക്കൂർ യാത്രയാണ് സാധാരണ റോഡ് മാർഗം അല്ലാത്ത ഒരു യാത്ര. സാധാരണ റോഡെന്ന് പറഞ്ഞാൽ നല്ല റോഡും ഉണ്ട്, അതേസമയം മറ്റ് ഒരു വഴിയുണ്ട്. അപ്പോൾ ആ വഴിയിലൂടെ പോയിട്ട് 12 മണിക്കൂർ യാത്ര ചെയ്ത് വീണ്ടും ഞങ്ങൾ അടൽ ടണലിലേക്ക് എത്തി. ഇതൊരു അമേസിങ് യാത്രയാണ്. നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ കാസയിൽ നിന്ന് മണാലിയിലേക്കുള്ള ഈ വഴി, സാധാരണ ബൈക്ക് ട്രിപ്പേഴ്സാണ് പോകുന്നത്. എനിക്ക് തോന്നുന്നു ഇത്രയും ചെറിയ കുട്ടികളെയൊക്കെ വെച്ചിട്ട് ധൈര്യത്തോടു കൂടി പോയി. അവിടെ തന്നെ 2 സ്ഥലം വളരെയധികം മൗണ്ടൈൻ സിക്നസ് ഉള്ളൊരു സ്ഥലമാണ്. യാതൊരു പ്രിപ്പറേഷനും ഇല്ലാതെയാണ് പോയത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ പ്രിപ്പറേഷൻ ഇല്ലാതെ പോയതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഈ മൗണ്ടൻ സിക്നസിൻ്റെ ടാബ്ലറ്റ്സ് ഒന്നും കൊച്ചു കുട്ടികളായിട്ടും ഇവർക്ക് കൊടുക്കേണ്ടി വന്നില്ല. കാരണം ഇവർ അക്ലമറ്റൈസ്ഡ് ആയി പോയിട്ടുണ്ട്. നമ്മൾ ശ്രീനഗറിലൊക്കെ നിന്ന് പതുക്കെ കാർഗിൽ വന്ന്, കാർഗിൽ നിന്ന് ലാമയൂരിൽ വന്ന്, ലാമയൂരിൽ നിന്ന് ലഡാക്കിൽ വന്ന്, ലഡാക്കിൽ നിന്ന് പാങ്ങിൽ വന്ന്, പാങ്ങിൽ നിന്ന് ഇങ്ങനെ പോയതുകൊണ്ട് വളരെ അക്ലമറ്റൈസ്ഡ് ആയി. ഇത് പിന്നെ മണാലിയിലായിരുന്നു കുറേ ദിവസം താമസം. ഇത് മണാലിയിൽ രാവിലെ വൈഫ് പാല് വാങ്ങാൻ പോകുന്നതാണ്. ഇതൊരു പഴയ വീടാണ്. ചിത്കുൻ ശൈലിയിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു പഴയ തറവാട് വീടാണ്. ഇവിടെയാണ് രാവിലെ ഞങ്ങൾ പാല് വാങ്ങാൻ പോയിരുന്നത്. കുറേ ദിവസം ഇവിടെ താമസിച്ചിട്ട് ഇവിടെ എക്സ്പ്ലോർ ചെയ്യാൻ, ഈ ഹിമാചൽ പ്രദേശിൽ എന്തെല്ലാം എക്സ്പ്ലോർ ചെയ്യാനുണ്ടോ, എവിടെയൊക്കെ പോകാനുണ്ടോ അവിടെ എല്ലാം ഞങ്ങൾ പോയി. അപ്പോഴത്തേക്ക് ഹിമാചൽ പ്രദേശ് കംപ്ലീറ്റ്ലി കോവിഡിൻ്റെ പേരിൽ ക്ലോസ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഞങ്ങൾക്ക് കൂടുതൽ സൗകര്യം കിട്ടി. കാരണം മറ്റൊരു സ്ഥലത്തേക്ക് പോകാതെ മറ്റാരും വരികയും ചെയ്യാതിരുന്നപ്പോൾ ഹിമാചൽ ടോട്ടലി ക്ലോസ് ആയപ്പോൾ ഞങ്ങൾ ആദ്യം താമസിച്ചിരുന്നത് ബിയാസ് റിവറിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ചെറിയ ടെൻറ്റിലായിരുന്നു. ഒരു മലയാളിയുടെ തന്നെ ഒരു ടെൻറ്റിലായിരുന്നു താമസിച്ചിരുന്നത്. അവിടുന്ന് പിന്നെ ഞങ്ങൾ ഇതെല്ലാം കൊറോണയുടെ ഇതെല്ലാം കഴിഞ്ഞപ്പോൾ നേരെ ഹിമാചൽ തുറന്നപ്പം ഉത്തരാഖണ്ഡിലേക്ക് പോയി. ഉത്തരാഖണ്ഡിൽ നിന്ന് പക്ഷേ പിന്നീട് അവിടെ നിന്ന് റിട്ടേൺ ചെയ്ത് വരേണ്ടി വന്നു. ഉത്തരാഖണ്ഡിൻ്റെ സൈഡിൽ നിന്ന് ഞങ്ങൾ ഉത്തർപ്രദേശിലേക്ക് കയറി. ഉത്തർപ്രദേശിലെ ഒരു ദിവസം ഉത്തർപ്രദേശിലെ ഭക്ഷണം പാചകം ചെയ്യുകയാണ് ഇതിരുന്നിട്ട്. ഇങ്ങനെയാണ് ഭക്ഷണമൊക്കെ പാചകം ചെയ്തിരുന്നത്. റോഡിൻ്റെ സൈഡിൽ എവിടെയെങ്കിലും ഒരു ഒഴിഞ്ഞ സ്ഥലം വയൽ പോലെയൊക്കെ കാണുവാണെങ്കിൽ അവിടെ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അവിടെ കുക്ക് ചെയ്തിട്ട് പോകും. ഇത് ലക്നൗ ആണ്. ലക്നൗ സിറ്റി അന്ന് കംപ്ലീറ്റ്ലി സൺഡേ, സാറ്റർഡേ, ഫ്രൈഡേ 3 ദിവസത്തെ ക്ലോസിങ് ആയിരുന്നു. അതുകൊണ്ട് ഒരു മനുഷ്യനില്ല. ഞങ്ങളല്ലാതെ സിറ്റിയിൽ ആരും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ട്രാവലേഴ്സ് ആയിട്ട് ഇങ്ങനെ പോകുന്നത് കൊണ്ട് ആരും ഞങ്ങളെ തടഞ്ഞതുമില്ല. എല്ലാ സ്ഥലങ്ങളും ഞങ്ങൾക്ക് കാണാൻ പറ്റി. ഞങ്ങൾ അവിടെ തന്നെ ലക്നൗവിലൊരു ഇതേപോലെ തന്നെ ഒരു മാരേജ് ഹാൾ കിട്ടി ഞങ്ങൾക്ക്. വളരെ കുറഞ്ഞ പൈസയ്ക്ക് തന്നെ ലക്നൗ സിറ്റി കഴിഞ്ഞിട്ട് അവിടുന്ന് അവിടെ കുറേ ദിവസം താമസിച്ചതിന് ശേഷം ഈ ലക്നൗ സിറ്റിയിൽ നിന്ന് ഔട്ടർ സിറ്റിയിൽ കുറച്ച് ദൂരം വന്നിട്ട് ഒരു കല്യാണ മണ്ഡപമാണ്. എല്ലാ കല്യാണ മണ്ഡപങ്ങളിലും ഉണ്ടാവും ഇതേപോലെ ഒരു റൂമോ 2 റൂമോ ഒക്കെ. അപ്പോൾ അവിടെ നിന്നതിന് ശേഷം പിന്നെ പ്രയാഗ്രാജിലേക്ക്, കുംഭമേള നടക്കുന്ന പ്രയാഗ്രാജിലേക്ക് ഞങ്ങൾ യാത്ര നടത്തി. ഇവിടെ പ്രയാഗ്രാജിൽ ഞങ്ങൾ കാണാവുന്ന കാഴ്ചകളൊക്കെ അവിടെ കണ്ടതിന് ശേഷം പിന്നെ ഞങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ ഒന്നെന്ന് പറയാവുന്ന വാരണാസിയിലേക്ക് പോയി. വാരണാസിയിൽ ആദ്യത്തെ ദിവസം തന്നെ എത്തിയപ്പോൾ 12 മണിയായി രാത്രി. യാത്രയുടെ ഇതിൽ അങ്ങനെ വന്ന് 12 മണിയായി. പിറ്റേ ദിവസം പുലർച്ചെ രാവിലെ എണീച്ച്
അസീഘട്ടിലൂടെ കുറേ നടന്ന് പിന്നെ ഈ ബോട്ടിലൂടെയൊക്കെ കറങ്ങി നിന്നപ്പോൾ അവിടെ അന്വേഷിച്ചപ്പോൾ അവിടെ ഇതേപോലെ തന്നെ ഒരു ചെറിയ അസീഘട്ടിനടുത്ത് തൊട്ടടുത്ത് ഒരു ചെറിയ റൂം ഭക്ഷണമൊക്കെ പാചകം ചെയ്യാനുള്ള ഒരു അവസ്ഥയൊക്കെ തരാമെന്നൊക്കെ പറഞ്ഞു. ഞങ്ങളിങ്ങനെ ട്രാവലേഴ്സ് ആണെന്ന് പറഞ്ഞുകൊണ്ടും ബഡ്ജറ്റായിട്ട് ട്രാവൽ ചെയ്യുന്നു, ഫാമിലി ആയിട്ട് ട്രാവൽ ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർ മുകളിലൊരു റൂമും ശരിക്കും അസീഘട്ടിൽ ഇതിപ്പോൾ മണികർണിക ഘാട്ടൊക്കെയാണ്. ഈ മണികർണിക ഘാട്ടൊക്കെ നല്ല വ്യൂ ഉള്ള ഒരു സ്ഥലത്ത് ഞങ്ങൾക്കൊരു മനോഹരമായിട്ടുള്ളൊരു റൂം കിട്ടി. നല്ല വൃത്തിയും നല്ല എല്ലാം ഉള്ളതും കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നതൊക്കെ ആയിട്ട്. അപ്പോഴൊക്കെ ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ നടക്കുന്നുണ്ട്. പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. ഇതെല്ലാം കണ്ടിട്ടാണ് യാത്ര ചെയ്യുന്നത്. ഞായറാഴ്ചയും ശനിയാഴ്ചയും ഞങ്ങൾ കൂടുതൽ യാത്ര ചെയ്യും. അല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ കുറേ ദിവസങ്ങൾ താമസിക്കും. താമസിച്ചതിന് ശേഷമാണ് പോകുന്നത്. അതിനുശേഷം ഞങ്ങൾ ബീഹാറിലോട്ട് വന്നു. ഉത്തർപ്രദേശിൽ നിന്ന് അത് ബീഹാറിലെ ഗയയിലാണ് വന്നത്. ഗയയിൽ ഞങ്ങൾക്ക് നല്ല വലിയ ഹോട്ടലുകളൊന്നും അല്ല, ഈ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഹോട്ടലുകളൊന്നും കിട്ടിയില്ല. പക്ഷെ അപ്പോൾ കുഴപ്പമില്ല. അപ്പോഴേക്കും ഞങ്ങൾ കുറേ കൂടെ ടയേർഡായി. എന്തായാലും അവിടെ ഒരു നല്ല ഹോട്ടലിൽ തന്നെ റൂം എടുത്ത് 1500 രൂപയോ 2000 രൂപയോ കണ്ട് റൂമിനായി. അവിടെ കുറച്ച് ദിവസം താമസിച്ചു. ഭക്ഷണമൊക്കെ ഞങ്ങൾ തന്നെയാണ് പാകം ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് വനമേഖലയായിട്ടുള്ള ജാർഖണ്ഡിലൂടെയുള്ള ബീഹാറിൽ നിന്ന് സാഞ്ചി വന്ന് സാഞ്ചിയിൽ നിന്ന് ജാർഖണ്ഡിൻ്റെ വനമേഖലയായിട്ട് കിയോഞ്ചാർ ഒക്കെ ഉള്ള നക്സലൈറ്റ്സ് ഒക്കെ കൂടുതൽ പ്രസൻസ് ഉള്ള കിയോഞ്ചാറിലൂടെയാണ് കുട്ടികളെയും കൊണ്ട് യാത്ര ചെയ്യുന്നത്. ഇത് അവിടെയുള്ള ഒരു പാനീയമാണ്, കഞ്ഞി പോലത്തെ. അത് കുറച്ച് പുളിപ്പിച്ചിട്ട് ഒരു കുറേ കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കള്ള് പോലെ നമുക്ക് കിക്ക് വരുന്ന പോലെയൊക്കെയാണ്. അത് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ചോദിച്ചാണ്. നമുക്ക് ദാഹിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഇവരിത് കുറച്ചൊരു ഗ്ലാസ്സിൽ ലേശം തരും, പൈസ പോലും വാങ്ങാതെ. അത്രയ്ക്കും നല്ല ആൾക്കാരാണ് ഈ ജാർഖണ്ഡിൽ ഉള്ളത്. വളരെ സിമ്പിളായിട്ടുള്ള മനുഷ്യർ ഇന്ത്യയിൽ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സംശയമില്ലാതെ പറയും ജാർഖണ്ഡാണ്. ഒരിക്കൽ കൂടെ ജാർഖണ്ഡിൽ പോകണമെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം അത്രത്തോളം പാവം ആളുകളാണ് ജാർഖണ്ഡിലുള്ള ആൾക്കാർ. ജാർഖണ്ഡിലൂടെയുള്ള വനമേഖലയിലൂടെയുള്ള യാത്രയൊക്കെ വളരെ മനോഹരമാണ്. ഞങ്ങൾ ഗൂണ്ടി എന്ന് പറയുന്ന സ്ഥലത്ത് കുറേ ദിവസങ്ങൾ താമസിച്ചു. അതിനുശേഷം കൊണാർക്ക്, പുരിയാണ് ലക്ഷ്യമാക്കി വന്നത്. പുരിയിൽ വന്ന് പുരിയിൽ ഇതേപോലെ തന്നെ ഒരു ഹോട്ടൽ. അപ്പോഴത്തേക്ക് ഞങ്ങൾ ഒരുപാട് ടയേർഡായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ ഹോട്ടലിൽ കുറച്ച് ദിവസം താമസിച്ച് അതിനിടയ്ക്ക് വരുന്ന വഴിക്ക് ടെൻ്റ് ഇട്ട് ഒരു അമ്പലത്തിലൊക്കെ താമസിച്ചിട്ടുണ്ട്. ഇങ്ങനെ വരുന്ന വഴിക്ക് പല സ്ഥലങ്ങളിലും റൂം കിട്ടിയില്ലെങ്കിൽ ടെൻ്റൊക്കെ ഇട്ട് താമസിക്കും. ഇത് പലാസ എന്ന് പറയുന്ന ആന്ധ്രാപ്രദേശിലെ സ്ഥലമാണ്. ഇവിടെ ഞങ്ങൾ ടെൻ്റ് അടിച്ച് കടൽ തീരത്ത് തന്നെയാണ്. ഒരു കടൽ തീരത്തിൻ്റെ സൈഡിൽ ഇങ്ങനെ കുറേ കശുമാവിൻ തോട്ടമൊക്കെ ഉണ്ട്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കശുമാവുള്ള സ്ഥലമാണ്. അവിടെ കശുമാവിൻ തോട്ടത്തിൻ്റെ അടിയിൽ ടെൻ്റൊക്കെ അടിച്ച് സുഖമായിട്ട് പാചകമൊക്കെ ചെയ്ത് ഞങ്ങളുടെ സ്വന്തം ബീച്ചിൽ താമസിക്കുന്ന പോലെയൊക്കെ താമസിച്ച് പിന്നീട് വിശാഖപട്ടണം ലക്ഷ്യമാക്കിയിട്ട് പതുക്കെ യാത്ര ചെയ്തു. വിശാഖപട്ടണത്തിൽ ഇതേപോലെ തന്നെ അവിടെ വന്നപ്പോൾ കുറച്ച് കോസ്റ്റ്ലി ആയിട്ടൊരു ഹോട്ടൽ 2200 രൂപ ആണ് ഒരു ഹോട്ടലിൽ കിട്ടിയത്. അവിടെ ഒരു 3-4 ദിവസം താമസിച്ചെന്ന് തോന്നുന്നു. അത് താമസിച്ചിട്ട് പിന്നെ പതുക്കെ ഇങ്ങനെ യാത്ര ചെയ്തു. യാത്ര അവിടെ നിന്ന് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് ആന്ധ്രയുടെ പല സ്ഥലങ്ങളൊക്കെ കണ്ട് ഗുണ്ടൂർ, നെല്ലൂർ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ കണ്ടിട്ട് വീണ്ടും കേരളത്തിലേക്ക് തന്നെ ഒരു മടക്കയാത്ര. 5.5 മാസം നീണ്ട ഒരു യാത്ര. അതിനിടയ്ക്ക് ഒരു 2 ലക്ഷം രൂപ എക്സ്പെൻസായി. ബാക്കിയെല്ലാം ബോണസ് എന്ന് പറയാം. നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ധൈര്യപൂർവ്വം ട്രാവൽ ചെയ്യണം. അതും ഫാമിലി ആയിട്ട് ട്രാവൽ ചെയ്യണം. എല്ലാ രീതിയിലും നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒരു യാത്രയായിരിക്കും അത്.